നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ വധശിക്ഷാ രീതി ഏതാണെന്ന്? ഏറ്റവും നികൃഷ്ടമായ ചില ശിക്ഷകളുടെയും പീഡനങ്ങളുടെയും വളരെ ഭീകരമായ ഒരു ചരിത്രം നമുക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ മരണമാണ് ശിക്ഷയായി നൽകിയിരുന്നത്. ഇതിൽ തിളച്ച വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നതുൾപ്പെടെ ക്രൂരമായ നിരവധി ശിക്ഷാരീതികൾ ഉദാഹരണമായി ഉണ്ട്. നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ചൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ മരണഭയത്തെക്കാളുപരി ക്രൂരവും പൈശാചികവുമായ നിലയിൽ നരകയാതന സഹിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നവർ നാസികളുടെ പിടിയിലായവരല്ല കേട്ടോ. വാൻ വൈക്ക് നെക്ലേസിംഗ് എന്നറിയപ്പെടുന്ന രീതിയാണത്രേ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ മരണം സമ്മാനിക്കുന്നത്. എന്താണ് ഈ നെക്ലേസിംഗ് എന്നല്ലേ? വിഷം നൽകിയുള്ള വധശിക്ഷ മുതൽ തൂക്കിക്കൊലയും തലവെട്ടുമെല്ലാം നമുക്ക് കേട്ടു പരിചയമുള്ള വധശിക്ഷ രീതികളാണ്. വധശിക്ഷകളെല്ലാം തന്നെ പ്രാകൃതമാണെന്ന് പറയാമെങ്കിലും ചിലരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും അത് നടപ്പാക്കുന്നതുമൊക്കെ നമുക്ക് സന്തോഷമോ അല്ലെങ്കിൽ ആശ്വാസമോ നൽകാറുണ്ട്. എന്നാൽ എത്ര കൊടും ക്രൂരനായാലും ഒരിക്കലും അയാളെ നെക്ലേസിംഗ് എന്ന വധശിക്ഷയ്ക്ക് വിധേയനാക്കല്ലേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. എന്താണ് ഈ നെക്ലേസിംഗ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഒരു വ്യക്തിയുടെ ശരീരത്തിന് ചുറ്റും പെട്രോളിൽ മുക്കിയ ടയർ സ്ഥാപിച്ച് കത്തിക്കുന്നതാണ് നെക്ലേസിംഗ് എന്ന വധശിക്ഷാ രീതി. ഈ അഗ്നിപരീക്ഷയിലുടനീളം ഇര ബോധാവസ്ഥയിൽ ആയിരിക്കുന്നതിനാൽ ഒരാൾക്ക് സങ്കല്പിക്കാവുന്നതിനും അധികം വേദനയാണ് അനുഭവിക്കേണ്ടി വരിക. ഈ രീതി മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പീഡന സമ്പ്രദായമായിരുന്നു കേട്ടോ. പ്രധാനമായും ദക്ഷിണാഫ്രിക്കയിലാണ് ഈ വധശിക്ഷാ രീതി നിലനിന്നിരുന്നത്. കഴുത്തിൽ ഒരു റബ്ബർ ടയർ നെക്ലേസ് പോലെ ധരിപ്പിച്ച ശേഷം തീ കൊളുത്തുന്നതിനാലാണ് ഈ രീതിയെ നെക്ലേസിംഗ് എന്ന് വിളിച്ചിരുന്നത്. ക്രൂരമെങ്കിലും പേരിന് ഒരു ആഭിജാത്യമൊക്കെയുള്ള ശിക്ഷാരീതി. റിയോ ഡി ജനീറോയിൽ പോലീസുകാരുമായി സഹകരിക്കുന്നവരെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർ ഇപ്പോഴും ഒരു ടയർ കൂട്ടത്തിനുള്ളിലാക്കി തീ കൊളുത്തി കൊല്ലാറുണ്ടത്രേ. എന്നാൽ ഇതിനെ നെക്ലേസിംഗ് എന്നല്ല ഇപ്പോൾ അറിയപ്പെടുന്നത്. മൈക്രോവേവ് എന്നാണ് ഈ കൊലപാതക രീതിയുടെ വിളിപ്പേര്. യൂറോപ്പിലും ആളുകളെ തീവെച്ച് കൊല്ലുന്ന ശിക്ഷാ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. രാജ്യദ്രോഹത്തിനും ദുർമന്ത്രവാദത്തിനും മതവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനുമൊക്കെയായിരുന്നു ഈ ശിക്ഷാരീതി നടപ്പിലാക്കിയിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ നെക്ലേസിംഗ് പോലെ ആയിരുന്നില്ല ഇതെങ്കിലും ഉദ്ദേശം ഒന്നു തന്നെയായിരുന്നു: മരിക്കുന്നതിന് മുമ്പ് നരകയാതന അനുഭവിപ്പിക്കുക എന്നത് തന്നെ. വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നയാളെ നിലത്തു നാട്ടിയ ഒരു കോലിൽ കെട്ടിയ ശേഷം അടിയിൽ നിന്ന് തീ കൊളുത്തി കൊല്ലുന്ന രീതിയാണ് യൂറോപ്പിലുണ്ടായിരുന്നത്. ബേണിംഗ് അറ്റ് ദ സ്റ്റേക്ക് എന്നാണ് ഈ രീതിയെ വിളിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഈ രീതി നിലവിലുണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നയാൾക്ക് സുഖമരണം സംഭവിക്കരുത് എന്ന് അക്കാലത്ത് അധികാരികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അത്രേ. തൂണിൽ കെട്ടി നിർത്തിയുള്ള വധശിക്ഷ വൈദഗ്ധ്യത്തോടെ നടപ്പാക്കുമ്പോൾ പ്രതിയുടെ ശരീരഭാഗങ്ങൾ കീഴിൽ നിന്ന് മുകളിലേക്ക് ക്രമാനുഗതമായി പൊള്ളും. ശരീരമാസകലം വെന്ത് വെണ്ണീറായതിനു ശേഷം മാത്രമേ മരണം സംഭവിക്കൂ. അധിക നേരത്തെ പീഡകൾക്കൊടുവിലായിരിക്കും മരണം സംഭവിക്കുക. 2 മണിക്കൂറിലേറെ സമയത്തിന് ശേഷമാണ് മരണം സംഭവിച്ചതെന്ന് പല രേഖകളും വ്യക്തമാക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പല സ്ഥലങ്ങളിലും വധശിക്ഷ വിധിക്കപ്പെടുന്ന സ്ത്രീകളെ 4 മീറ്ററോളം ഉയരമുള്ള ഒരു കോലിന് മുകളിൽ ഇരുത്തി ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച ശേഷമായിരുന്നു തീ വെച്ചിരുന്നത്. തീ പിടിക്കാൻ സഹായിക്കുന്ന വസ്തുക്കൾ ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു അത്രേ. ചില വധശിക്ഷകളിൽ തീപ്പൊള്ളലിനൊപ്പം പ്രതിയുടെ കഴുത്ത് മുറുക്കുകയും ചെയ്യുമായിരുന്നു അത്രേ. ഇംഗ്ലണ്ടിൽ ഈ ശിക്ഷയുടെ അവസാന കാലത്ത് അരമണിക്കൂറുകളോളം തൂക്കിലേറ്റി വധശിക്ഷ ഉറപ്പാക്കിയ ശേഷമായിരുന്നു അത്രേ തീ വെച്ചിരുന്നത്. തീ കൊണ്ടുള്ള മരണം മാത്രമാണ് അതിക്രൂരം എന്ന് കരുതരുത്. കുരിശിലേറ്റിക്കൊണ്ടുള്ള മരണവും നരകയാതനകൾക്കൊടുവിലാണ് സംഭവിക്കുക എന്ന് വിദഗ്ധർ പറയുന്നു. കുരിശിലേറ്റുന്നവരുടെ ശരീരഭാരം അവരുടെ മുറിവുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും പതിയെ ശ്വാസം കിട്ടാതെ അവർ കൈകൾ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് പിടഞ്ഞ് മരിക്കുകയും ചെയ്യും. മറ്റൊരു ക്രൂരമായ വധശിക്ഷാ രീതിയാണ് സ്കാഫിസം. പ്രാണികളെ ആകർഷിക്കുന്നതിനായി ഒരു വ്യക്തിയെ തേനിൽ മുക്കിയെടുക്കുകയും പിന്നീട് പട്ടിണിയും പ്രാണികളുടെ ആക്രമണവും മൂലം ഇരയ്ക്ക് സാവധാനത്തിലുള്ള മരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. ജീവനോടെ കുഴിച്ചു മൂടപ്പെടുക, റേഡിയേഷൻ, എക്സ്പോഷൻ, ഡീകംപ്രഷൻ അനുഭവിക്കുക എന്നിവയെല്ലാം ഇതുപോലെ ചരിത്രത്തിലുണ്ടായിരുന്ന ക്രൂരമായ വധശിക്ഷ രീതികളായിരുന്നു. ഇതെല്ലാം ഒരാൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടോ അധികാരികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടോ സംഭവിക്കുന്ന വധശിക്ഷകളാണ്. എന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എങ്ങനെയാണ് നരകയാതന അനുഭവിക്കുക എന്ന സംശയം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉയർന്നേക്കാം. രോഗം ബാധിച്ച് മരിക്കുന്നവർ പലപ്പോഴും വേദന അനുഭവിക്കാറുണ്ട്. എന്നാൽ ക്യാൻസർ മൂലമുണ്ടാകുന്ന മരണം ഏറ്റവും ദയനീയമെന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ക്യാൻസർ മൂലമുണ്ടാകുന്ന വേദനയും മറ്റ് അസ്വസ്ഥതകളും മനുഷ്യർക്ക് സാധാരണ നിലയിൽ താങ്ങാവുന്നതിനും അപ്പുറമാണത്രേ.